ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ട്രാൻസിസ്റ്ററിനെ പറ്റിയും അതുപോലെ മോസ്ഫെറ്റിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ മുമ്പേ പബ്ലിഷ് ചെയ്ത ആ 2 വീഡിയോയ്ക്കും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച റെസ്പോൺസ് അത് വളരെ മികച്ചതായിരുന്നു. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നമുക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതേപ്പറ്റിയുള്ളതായിരിക്കും. ഒട്ടും സംശയിക്കേണ്ട, നമ്മുടെ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളിലെ ബാഹുബലിയായ നമ്മുടെ സ്വന്തം IGBTയെ പറ്റിയാണ്, അഥവാ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. പേജ് പോലെ തന്നെ ഇത് അർത്ഥമാക്കുന്നത് ഇൻപുട്ട് സ്റ്റേജിൽ ഒരു മോസ്ഫെറ്റും അതുപോലെ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഒരു ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ട്രാൻസിസ്റ്ററും ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് IGBTക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യകത എന്താണെന്ന് നോക്കാം. അപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള വോൾട്ടേജിനെയും കറണ്ടിനെ വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന IGBT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം, മോസ്ഫെറ്റ് ഇല്ലേ അതുപോലെ ട്രാൻസിസ്റ്റർ ഇല്ല എന്നൊക്കെയുള്ള ഡൗട്ട് വരാം. അപ്പോൾ മോസ്ഫെറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 600 വോൾട്ട് 700 വോൾട്ട് വരെ മാക്സിമം എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനും മേളിലുള്ള മോസ്ഫെറ്റ് ഉണ്ട്, പക്ഷേ ആ മോസ്ഫെറ്റ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഹൈ വോൾട്ടേജ് ഹൈ കറണ്ടൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് അതിനനുസരിച്ച് ഇൻപുട്ടിൽ നല്ല രീതിയിൽ ബേസ് കറണ്ട് കൊടുത്തെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഔട്ട്പുട്ട് ലഭ്യമാകത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോസ്ഫെറ്റിനെ ഓൺ ആക്കാൻ വളരെ എളുപ്പമാണ്. ട്രാൻസിസ്റ്റർ നമുക്ക് ഓൺ ആക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പവർ ട്രാൻസിസ്റ്റർ ഓൺ ആക്കണമെങ്കിൽ നല്ല രീതിയിൽ ബേസ് കറണ്ട് ആവശ്യമാണ്. പക്ഷേ ഒരു മോസ്ഫെറ്റിൻ്റെ കേസിൽ നമുക്ക് വളരെ അനായാസം ചെറിയൊരു വോൾട്ടേജ് കൊടുത്തിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് കേപ്പബിലിറ്റിയും മോസ്ഫെറ്റിൻ്റെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് പ്രത്യേകതകളും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് വളരെ അനായാസം പവർ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ, പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള ഇൻഡക്റ്റീവ് ലോഡുകൾ, അതുപോലെ തന്നെ 1000 വോൾട്ടേജ് മേളിലുള്ള സർക്യൂട്ടുകൾ, ഇതിനകത്തൊക്കെ അനായാസം നമുക്ക് സ്വിച്ച് ചെയ്യാൻ IGBTയെ കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശക്തനായ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിൻ്റെ അമരക്കാരൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്കാരനാണ് നമ്മുടെ ഈ IGBTക്ക് പിന്നിൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് ജയന്ത് ബാഗില. അദ്ദേഹം 1979 ഈ പറയുന്ന IGBT എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് IGBTയെ പറ്റി ജപ്പാനീസ് സയൻറ്റിസ്റ്റുകളൊക്കെ വളരെയധികം റിസർച്ചുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പ്രാക്ടിക്കൽ ഫോമിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരനായിട്ടുള്ള ജയന്ത് ബാഗില തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണത്. ഇനി നമ്മുടെ IGBTയുടെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് സ്റ്റേജിൽ ഒരു N ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഒരു ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ട്രാൻസിസ്റ്ററും കാണാൻ സാധിക്കും. അപ്പം നമുക്കിവിടെ ഇൻപുട്ടിൽ ഈ പറയുന്ന മോസ്ഫെറ്റിനെ ഓണാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു വോൾട്ടേജ് ലെവൽ കൊടുക്കുമ്പോഴേക്കും അത് ഓണാവും. അത് ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേസും എമിറ്റർ ജംഗ്ഷൻ കണക്റ്റഡ് ആയിരിക്കും. അതായത് PNP ട്രാൻസിസ്റ്ററിൽ ബേസും ഗ്രൗണ്ടും തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ അത് ഓണാവും. അങ്ങനെ നമ്മൾ ഹൈ വോൾട്ടേജിനെ ഹൈ കറണ്ടിനെ നമുക്ക് വളരെ അനായാസം നമുക്ക് ഈ പറയുന്ന ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മോസ്ഫെറ്റിൻ്റെ അഡ്വാൻറ്റേജും കിട്ടുന്നുണ്ട്, അതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ അഡ്വാൻറ്റേജും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മോസ്ഫെറ്റാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കണ്ടക്ഷൻ ലോസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഒരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ കണ്ടക്ഷൻ ലോസ് കുറവാണ്. അതായത് ടേൺ ഓൺ ആയിരിക്കുന്ന സമയത്തുള്ള ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിന് കുറവായിരിക്കും. ഇനി നമ്മുടെ ഈ IGBT എങ്ങനെയാണ് ഹൈ വോൾട്ടേജ് ഹൈ കറണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻപുട്ടിൽ ഒരു ഡ്രൈവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു മോസ്ഫെറ്റ് ഉണ്ട്, ഔട്ട്പുട്ടിൽ ഒരു പവർ ട്രാൻസിസ്റ്റർ ഉണ്ട്. അതായത് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഞാൻ പറയുവാണെങ്കിൽ, നമുക്ക് വലിയൊരു ഹെവി ട്രക്ക് എടുക്കുക. ആ ട്രക്കിന് പവർ സ്റ്റിയറിംഗ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ഹെവി ആയിട്ടുള്ള ആ ട്രക്കിനെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു പവർ സ്റ്റിയറിംഗ് ആ വണ്ടിക്ക് ഉണ്ടെങ്കിൽ കഥയാകെ മാറും. നമുക്ക് വളരെ സിമ്പിളായിട്ട് അനായാസം സിംഗിളായിട്ടുള്ള ഒരു വിരൽ ഉപയോഗിച്ച് വേണമെങ്കിൽ ആ സ്റ്റിയറിങ്ങിനെ തിരിക്കാൻ സാധിക്കും. അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഈ IGBTക്കകത്ത് ഉള്ളത്. അതായത് ഔട്ട്പുട്ട് നല്ല ഹെവി ആയിട്ടുള്ള ലോഡായിരിക്കും, പക്ഷേ നമുക്ക് ഇൻപുട്ട് കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ അനായാസമായിരിക്കും. അതായത് ആ ഒരു മോസ്ഫെറ്റ് ആയിരിക്കും അത്രയും ഹെവി ആയിട്ടുള്ള പവർ ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, എന്നാൽ പവർ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്തുകൂടെ എന്നുള്ളത്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ടിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ബീറ്റ വാല്യൂ ആണ്. അതായത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയും. നമ്മളിപ്പോൾ ബേസിൽ എത്ര കറണ്ട് കൊടുക്കുന്നോ അതിനെ ബീറ്റ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സംഖ്യയാണ് നമ്മുടെ കളക്ടറിൽ ലഭ്യമാകുന്നത്.
വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ BC547 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന് ബീറ്റ വാല്യൂ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഒരു പവർ ട്രാൻസിസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ആ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് ഒരു 20-നും 50-നും ഒക്കെ ഇടയ്ക്കായിരിക്കും. ഇപ്പോൾ BC547 എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കളക്ടറി 250 മില്ലി ആംപിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ ഒരു 1 മില്ലി ആംപിയർ കൊടുത്താൽ മതി. കാരണം 1 × 250 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് നമ്മൾ നോക്കുമ്പോൾ 250 മില്ലി ആംപിയർ കിട്ടും. പക്ഷേ 2N3055 എന്ന് പറയുന്ന ഈ ഒരു പവർ ട്രാൻസിസ്റ്ററിന് നമുക്ക് ഇൻപുട്ടിൽ 1 മില്ലി ആംപിയർ കൊടുത്താൽ ഔട്ട്പുട്ട് ജസ്റ്റ് 50 മില്ലി ആംപിയറേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ 5 മടങ്ങ്, അതായത് 5 മില്ലി ആംപിയർ എങ്കിലും നമ്മുടെ ബേസിൽ ഈ പറയുന്ന കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് 2N3055 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൽ നമുക്ക് 250 മില്ലി ആംപിയർ കിട്ടത്തുള്ളൂ. കാരണം 50 × 5 250 മില്ലി ആംപിയർ. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ബീറ്റ വാല്യൂ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബേസിൽ കണ്ടിന്യൂസ് ആയിട്ട് നൽകേണ്ട ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയൊരു സർക്യൂട്ട് നോക്കുവാണെങ്കിൽ അത് പ്രശ്നം കാണത്തില്ല. പക്ഷേ നമ്മൾ വലിയ പാരലായിട്ട് കൊടുക്കുന്ന ഒത്തിരി എന്താ പറയുന്ന സ്റ്റേജുകളുള്ള ആംപ്ലിഫയറുകളോ അല്ലെങ്കിൽ ഇൻവെർട്ടർ സർക്യൂട്ടോ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ ബേസിൽ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു എനർജി ലോസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ബേസിൽ ഉപയോഗിക്കുന്ന ആ ഒരു റെസിസ്റ്റർ ചൂടാവാനും കാരണമാവും. അപ്പം നമ്മുടെ ഈ IGBT ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ഹൈ വോൾട്ടേജിനെ ഹൈ കറണ്ടിനെ ഇതിനകത്തുള്ള ഇൻറ്റേർണൽ ട്രാൻസിസ്റ്റർ ഹാൻഡിൽ ചെയ്തോളും. അതുപോലെ ആ ട്രാൻസിസ്റ്ററിനെ അനായാസമായിട്ട് നമ്മുടെ ഈ പറയുന്ന മോസ്ഫെറ്റ് ഓൺ ആക്കുകയും ചെയ്തോളും. അപ്പോൾ വളരെ ചുരുക്കി പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹെവി ആയിട്ടുള്ള ട്രക്കിൻ്റെ എഞ്ചിനാണ് നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ. അതുപോലെ അതിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പവർ സ്റ്റിയറിംഗ് ആണ് നമ്മുടെ ഈ പറയുന്ന മോസ്ഫെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര ഹെവി ആയിട്ടുള്ള കറണ്ടിനെയും വോൾട്ടേജിനെയും വളരെ അനായാസം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇന്ന് IGBT എന്ന് പറയുന്ന ഡിവൈസ് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിനകത്തും അതുപോലെ തന്നെ ഹൈ കറണ്ട് ചാർജറിനകത്തും ഇൻഡക്റ്റീവ് ലോഡിനകത്തൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ IGBTയുടെ കേപ്പബിലിറ്റി നോക്കുവാണെങ്കിൽ പരമാവധി 1200 ആംപിയർ വരെയുള്ള സർക്യൂട്ടുകളിൽ നമുക്ക് IGBT യൂസ് ചെയ്യാം. അതുപോലെ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത്, അതായത് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് 3300 വോൾട്ടാണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ആപ്ലിക്കേഷനകത്തൊക്കെ നമുക്ക് IGBT വളരെ സ്യൂട്ടബിൾ ആണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ IGBTയുടെ ഉപയോഗം വരും കാലങ്ങളിൽ വളരെയധികം വർദ്ധിച്ചു വരും. അതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിൾ ഇൻഡസ്ട്രി തന്നെയാണ്. നമ്മുടെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത് പതുക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അതിനകത്ത് ചാർജിങ് യൂണിറ്റ്, മോട്ടോർ ഡ്രൈവിംഗ് സിസ്റ്റം, ഇതിനകത്തെല്ലാം IGBTയുടെ ഉപയോഗം കൂടി വരുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ IGBTയിലും അതിനനുസരിച്ചുള്ള റിസർച്ചുകളും ഡെവലപ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 1200 ആംപിയറിനെക്കാട്ടിലും മേളിലുള്ള IGBTകളൊക്കെ വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ IGBTയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കി പഠിക്കണം. അപ്പോൾ ഞാനൊരു IGBT മേടിച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ അത് വെച്ചുള്ള പരീക്ഷണങ്ങളാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിലുള്ള. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കാണുക. കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ IGBT എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് നേരെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സെക്കൻഡ് പാർട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ നേരിട്ട് കാണിച്ചു തരാനാണ്. അപ്പോൾ നമ്മുടെ ഈ IGBT എന്ന് പറയുന്നത് ഒരു മോസ്ഫെറ്റിൻ്റെയും അതുപോലെ ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി നമ്മുടെ IGBTക്ക് ലഭ്യമാകും. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന IGBT എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന FGA25N120 എന്ന് പറയുന്ന ഒരു ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് IGBT ആണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ്
വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നൽകാൻ കഴിയുന്ന മാക്സിമം പവർ സപ്ലൈ എന്ന് പറയുന്നത് 1200 വോൾട്ടാണ്. പ്രത്യേകിച്ച് ഇൻഡക്റ്റീവ് ലോഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. ഇതിൻ്റെ മാക്സിമം കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് 25 ആംപിയർ ആണ്. നമുക്ക് കുറച്ചും കൂടി ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ, അതായത് ഹീറ്റ് സിങ്ക് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഉള്ള സർക്യൂട്ടിലൊക്കെയാണ് 25 ആംപിയറിന് മേളിലും ഇത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഹീറ്റ് സിങ്കിങ്ങും അതുപോലെ കൂളിംഗ് സിസ്റ്റം അതിന് അനിവാര്യമാണ്. അപ്പോൾ ഈ ടൈപ്പ് IGBTകളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ കുക്കറിനകത്തും അതുപോലെ തന്നെ റെസൊണൻറ്റ് കൺവേർട്ടർ, ഹൈ പവർ സ്വിച്ചിങ് ആപ്ലിക്കേഷനകത്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന റീസൺ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഇൻഡക്റ്റീവ് ലോഡ് നമ്മൾ സ്വിച്ച് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചിങ് മെക്കാനിസം അവിടെ ആവശ്യമാണ്. അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള IGBT തന്നെയാണ്. ഇനി IGBTക്ക് എന്തെങ്കിലും ഷോർട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫ്യൂസൊക്കെ പോകുന്നത്. ഇനി നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രം വഴി ഞാൻ പറഞ്ഞു തരാം. ഇത് യഥാർത്ഥത്തിലുള്ള സർക്യൂട്ടല്ല, പക്ഷേ ആ ഒരു സർക്യൂട്ടിൻ്റെ സിംബോളിക് ഫോമാണ്. ഇനി യഥാർത്ഥത്തിലുള്ള ഒരു സർക്യൂട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരു സാധാരണക്കാർക്ക്, ഒരു തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രം വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന 230 വോൾട്ട് AC-നെ ആദ്യം ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് വഴിയാണ് കടത്തിവിടുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഫ്യൂസ് കാണും, പിന്നെ അതുപോലെ തന്നെ പവർ ഫാക്ടർ കറക്ഷൻ കപ്പാസിറ്റർ കാണും, പിന്നെ EMI ഫിൽറ്റർ കാണും. കാരണം ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം നോയ്സും അതുപോലെ തന്നെ വളരെയധികം ഡിസ്റ്റർബൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സ്വിച്ചിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള നോയ്സിനൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഫിൽറ്ററിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലീനായിട്ട് കിട്ടിയ AC-നെ DC ആക്കി മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ മൊഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു കപ്പാസിറ്ററും ഇൻഡക്ടറും ഉപയോഗിച്ചിട്ടുള്ള ഒരു LC ഫിൽറ്റർ വഴി നല്ല ക്ലീൻ ആക്കി എടുക്കും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്യുവർ DC ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ഹൈ വോൾട്ടേജ് ഹൈ ഫ്രീക്വൻസി ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ആ സിഗ്നൽ ജനറേറ്റ് ചെയ്തിട്ട് അത് നേരെ നമ്മുടെ ഇൻഡക്ഷൻ കോയിലിലേക്ക് ഡെലിവർ ചെയ്യും. അപ്പോൾ അതിന് സഹായിക്കുന്നത്, സ്വിച്ചിങ്ങിന് സഹായിക്കുന്ന ഈ IGBT ആണ്. അപ്പോൾ ഈ IGBTയെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ഈ മൈക്രോ കൺട്രോളറിൽ കിട്ടുന്ന സിഗ്നൽ അനുസരിച്ചിട്ടാണ് ഈ IGBT സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ടെമ്പറേച്ചർ വളരെയധികം കൂടി, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴേക്കും നമ്മുടെ ഈ IGBT ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് കൊടുക്കുന്നതും മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഈ കോയിലിന് പാരലായിട്ടൊരു കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ റെസൊണൻസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ആ ഒരു മാച്ചിങ് വന്നാലേ മാക്സിമം എനർജി നമുക്ക് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇൻഡക്ഷൻ കോയിലിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഹെവി ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്ത് രൂപപ്പെടും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റീലോ ഇരുമ്പോ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഹെവി ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൊരു എഡി കറണ്ട് ജനറേറ്റ് ചെയ്യുകയും അത് ഹീറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ IGBT ഷോർട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഫ്യൂസ് കത്തിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു കാരണവശാൽ ഈ ഫ്യൂസ് ഹെവി ആയിട്ടുള്ള വയർ ഉപയോഗിച്ച് കെട്ടരുത്. അങ്ങനെ നമ്മൾ ഹെവി ആയിട്ടുള്ള വയർ ഉപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുണ്ടാകുന്ന ഹെവി ആയിട്ടുള്ള കറണ്ട് നമ്മുടെ PCBയിലെ ട്രാക്ക് കത്തിപ്പോവാനും ചിലപ്പോൾ അത് തീപിടുത്തത്തിലേക്ക് നയിക്കാനും കാരണമാവും. ഇനി നമ്മുടെ IGBTയുടെ പിൻ ഡയഗ്രം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പിൻ ഗേറ്റ്, സെക്കൻഡ് പിൻ കളക്ടർ, തേർഡ് പിൻ എമിറ്റർ, ആ ഒരു ഓർഡറിലാണ് ഈ IGBTയുടെ പിൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മോസ്ഫെറ്റ് ആയതുകൊണ്ടാണ് മോസ്ഫെറ്റിൻ്റെ ഇൻപുട്ടായ ഗേറ്റ് കൊടുത്തേക്കുന്നത്. ബാക്കി എമിറ്ററും കളക്ടറും നമ്മൾ ഈ പറയുന്ന IGBTയുടെ ഫൈനൽ സ്റ്റേജിൽ, അതായത് നമ്മുടെ പവർ ട്രാൻസിസ്റ്ററിൻ്റെ ടെർമിനലാണ് ഈ എമിറ്ററും കളക്ടറും. നമുക്ക് ഈ IGBT ഇൻഡക്റ്റീവ് ഹീറ്റിങ്ങിന് മാത്രമല്ല ഉപയോഗിക്കാവുന്ന വേറെ അനവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇൻവേർട്ടറിനകത്ത്, UPSനകത്ത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഹെവി ആയിട്ടുള്ള മോട്ടറുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ. ഞാനൊരു സിമ്പിൾ മോട്ടറാണ് ഇപ്പോൾ കാണിക്കുന്നത്, എങ്കിൽ പോലും ഇലക്ട്രിക് വെഹിക്കിളിനകത്തൊക്കെ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതേ രീതിയിലുള്ള മോട്ടർ കൺട്രോളറിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററോ ആയിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടും അത് കുറഞ്ഞ ഹീറ്റ് സിങ്കിൻ്റെ സ്പേസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മളൊരു IGBT മൊഡ്യൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വഴിയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിന് പകരം നമ്മളിപ്പോൾ ഒരു IGBT പ്ലേസ് ചെയ്യുന്നെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള മൊഡ്യൂളിനെക്കാട്ടിലും കൂടുതൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയും കിട്ടും. അതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് കൺട്രോളിങ്ങും പോസിബിളാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു IGBT എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് മൾട്ടിമീറ്റർ വഴി അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. രണ്ട് മെത്തേഡ് നമുക്കൊന്ന് പരീക്ഷിക്കാം. ആദ്യമായിട്ട് IGBT ബ്രെഡ് ബോർഡ് ഇറക്കി വയ്ക്കുക, കൃത്യമായിട്ട് പിന്നുകളെല്ലാം നോക്കി ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി മോഡിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
അതിനുശേഷം മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കളക്ടറിൽ പോസിറ്റീവ് എമിറ്ററിൽ നെഗറ്റീവ് എന്ന രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ 1 എന്ന് പറഞ്ഞൊരു റീഡിങ് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള റീഡിങ് കാണിക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് റിവേഴ്സിൽ, അതായത് കളക്ടറിൽ നെഗറ്റീവും എമിറ്ററിൽ പോസിറ്റീവും കൊടുക്കുക. അപ്പോൾ ഇൻറ്റേർണലുള്ള ആ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു റീഡിങ്ങും കിട്ടും. അപ്പോൾ നമ്മുടെ ഈ 1, 2 ടെസ്റ്റുകളിൽ ഇതേ രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ IGBT ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് വളരെ കുറഞ്ഞ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ബസറോ ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ IGBT ഇൻറ്റേർണലി ഷോർട്ട് സർക്യൂട്ട് ആയെന്നാണ് അതിൻ്റെ മീനിങ്. അതപ്പോൾ ബേൺ ഔട്ട് ആയിപ്പോയി, യൂസ്ഫുൾ അല്ല. നമുക്കൊരു LED യൂസ് ചെയ്തും വളരെ അനായാസം തന്നെ IGBT ടെസ്റ്റ് ചെയ്യാം. ഒരു റെസിസ്റ്റർ LED മാത്രമേ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ കളക്ടറിലാണ് ലോഡ് കണക്ട് ചെയ്തേക്കുന്നത്, അതായത് നമ്മുടെ റെസിസ്റ്ററും LEDയും. ഇനി നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ എമിറ്ററെ കണക്ട് ചെയ്യുക, പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ LED-യുടെ പോസിറ്റീവിലും കണക്ട് ചെയ്യുക. അപ്പോൾ 9 വോൾട്ട് ബാറ്ററിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്ര അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഗേറ്റ് ടെർമിനലിലും ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ LED കത്തുന്നതായിട്ട് കാണാം. നമ്മൾ കൈ എടുത്താലും കത്തി തന്നെ നിൽക്കും, ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ഉള്ളതുകൊണ്ട്. ഇനി അത് ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ കെട്ടുപോകും. അതായത് പോസിറ്റീവേ കൊടുക്കുന്തോറും നമ്മുടെ ഇതിനകത്ത് ഗേറ്റ് ചാർജ് ചെയ്ത് ടേൺ ഓൺ ആവും. അതുപോലെ തന്നെ നെഗറ്റീവേ കൊടുക്കുമ്പോഴേക്കും അത് ടേൺ ഓഫ് ആവും. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് ഞാൻ കാണിച്ചത് ഡയറക്റ്റായിട്ട് തന്നെ കൊടുക്കുവാണ്. കണ്ടോ, ചാർജ് ചെയ്തു. ഇനി നമ്മൾ അവിടെ ചെയ്യുമ്പോഴേക്കും ഡിസ്ചാർജ് ആവും. അപ്പോൾ വീണ്ടും ചാർജ് ചെയ്യുക, നെഗറ്റീവ് കൊടുക്കുമ്പോഴേക്കും അത് ഡിസ്ചാർജ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് സ്വിച്ചിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രേ കപ്പാസിറ്റൻസ് ഉള്ളതുകൊണ്ടാണ് അത് കത്തി തന്നെ നിൽക്കുന്നത്. പക്ഷേ ട്രാൻസിസ്റ്റർ തന്നെ യൂസ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ടേൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഓഫായി പോകത്തുള്ളൂ. പിന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു LED മാത്രമല്ല, ഹെവി ആയിട്ടുള്ള ലോഡും കൊടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് 12 വോൾട്ടിൻ്റെ ഒരു ഫിലമെൻറ്റ് ലാമ്പാണ്. നമ്മൾ കൃത്യമായിട്ട് തന്നെ 12 വോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുവാണ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ ലാമ്പ് കത്തി. ഇനി അത് കിടണം എന്നുണ്ടെങ്കിൽ ഞാനത് നെഗറ്റീവേ കൊടുത്ത് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ കിട്ടുപോയി. അപ്പോൾ വളരെ അനായാസം തന്നെ ജസ്റ്റ് ഒരു ടച്ചിൽ നമുക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ലോഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ വലിയൊരു വണ്ടി പവർ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു ലോഡ് ഇതേ രീതിയിൽ നമുക്ക് സ്വിച്ച് ചെയ്യിക്കാൻ സാധ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വലിയൊരു കറണ്ട് ഫ്ലോ ഗേറ്റിൽ കൊടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു വോൾട്ടേജ് ലെവൽ എത്തിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1.57 ആംപിയർ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടാണ് അത്രയും ഹെവി ആയിട്ടുള്ള കറണ്ട് നമ്മൾ ഇതിൽ കൂടെ ഡ്രോ ചെയ്തത്. അപ്പോൾ ഈ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ IGBT അധികം ചൂടാവുന്നതായിട്ട് കാണുന്നില്ല, കൂളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഹെവി ആയിട്ടുള്ള കറണ്ടുള്ള സർക്യൂട്ടുകളിൽ വളരെ അനായാസം IGBT യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഇൻഡക്റ്റീവ് ലോഡായിട്ടുള്ള മോട്ടർ ആണെങ്കിൽ പോലും വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ചെറിയൊരു വോൾട്ടേജ് കൊടുത്ത് അതിനെ ഓണാക്കാൻ പറ്റും. കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ മോട്ടോർ സ്പീഡ് കൺട്രോളർ സർക്യൂട്ടിനകത്തും നമുക്ക് ഈ പറയുന്ന IGBT യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയധികം പ്രാധാന്യം ഇലക്ട്രോണിക്സിൽ IGBTക്ക് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ IGBT തന്നെയായിരിക്കും ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലെ മെയിൻ ഹീറോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ IGBTയെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം തീർച്ചയായിട്ടും ഓരോ ഇലക്ട്രോണിക് ഡിവൈസിനെ പറ്റി തിയറിയും പ്രാക്ടിക്കലും അടങ്ങിയിട്ടുള്ള വളരെയധികം വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോബി സർക്യൂട്ടുകളുണ്ട്. അപ്പോൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഹോം പേജൊക്കെ ഒന്ന് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകളൊക്കെ എന്തായാലും കാണാതിരിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.